ഞാനിന്ന് സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വാലന്റൈൻസ് ഡേ ഒക്കെ വരികയാണല്ലോ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കേക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം, അതായത് മോര്. അത് വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പാൽ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയാവും. അത് നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് കേക്ക് ടിന്നിൽ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് എല്ലായിടത്തും സൈഡ് ഭാഗങ്ങളിലും അടിഭാഗത്തൊക്കെ ആയിട്ടൊന്ന് ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടിന്ന് തട്ടിയെടുക്കണം. പൊടി സൈഡ് ഭാഗങ്ങളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ബാക്കി വരുന്ന പൊടി നമുക്കൊന്ന് പുറത്തേക്ക് ഒഴിവാക്കാം. ഇതുപോലെ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനിന്ന് അലൂമിനിയം പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഉപ്പിട്ടിട്ട്. അപ്പോൾ ആദ്യം പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ആ സമയം കൊണ്ട് നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ആദ്യം ബട്ടർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബട്ടർ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 50 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. അപ്പോൾ ഇതിൽ നിന്നും പകുതി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത്. ബട്ടർ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പും 2 ടേബിൾ സ്പൂണും പൗഡർഡ് ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1 by 1 ആയിട്ട് വേണം ഇതിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മുട്ടയെ കൂടി ഇതുപോലെ തന്നെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാനുള്ളത് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി, കൂടുതൽ നേരം ബീറ്റ് ചെയ്യേണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ കുറേശ്ശെയായിട്ട് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് കട്ടിയായി പോവും. ഇപ്പോൾ ബാറ്ററി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ റെഡാണ്. അപ്പോൾ അത് കുറേശ്ശെയായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം വേണമെന്നുള്ളത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കളർ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 40 to 50 മിനിറ്റ് വരെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് ടൈം. ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ച് ഇതിൽ മാറ്റം വരാം. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റ് എടുത്തു ഇത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതെടുക്കുന്ന സമയത്ത് ക്ലീൻ ആണെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. സ്ക്യൂർ ഇവിടെ ക്ലീൻ ആണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. 3/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ലൈറ്റ് യെല്ലോയിഷ് കളറാവുന്ന സമയത്ത് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അത് കേക്കിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് ടിന്നിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് വിടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് കേക്കിൽ നിന്നൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈനലി അത് ഒന്ന് പൊടിച്ചിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പൊങ്ങി വന്ന ഭാഗത്ത് നിന്നും കുറച്ചൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്നും ഞാൻ ഒരു കുക്കി കട്ടർ വെച്ചിട്ട് ഹാർട്ട് ഷേപ്പ് കുക്കി കട്ടർ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ബാക്കി വരുന്നത് നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പിച്ചിയെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇത് ഫ്രോസ്റ്റിങ്ങിൻ്റെ സമയത്ത് കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. റെഡ് വെൽവെറ്റിലൊക്കെ സാധാരണ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണല്ലോ ചെയ്യാറ്. അതുകൊണ്ട് നമുക്കും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീമും വേണം, അതുപോലെ തന്നെ ക്രീം ചീസും വേണം. ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ബൗളും വിസ്കും നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഞാനിവിടെ സണ്ണിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ക്രീം ചീസാണ് എടുക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു ബ്രാൻഡിലുള്ള ക്രീം ചീസ് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൽമിറയുടെ ക്രീം ചീസാണ്. 100 ഗ്രാമാണ് എടുക്കുന്നത്. ഇത് ബൗളിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഇട്ടിട്ടൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ബേസിൽ കുറച്ച് ക്രീം ഒന്ന് ആക്കി കൊടുക്കുക, കേക്ക് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ലെയർ കേക്ക് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിൽ നന്നായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കവർ ചെയ്തെടുക്കണം. സൈഡ് ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലായിടത്തും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അതേ ഷേപ്പിൽ ഒരു ബേക്കിംഗ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നടുവിലായിട്ട് ഹാർഡ് ഷേപ്പിൽ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്ന കേക്ക് ടിനെ എടുത്തിട്ടുണ്ട്. അതേ ഷേപ്പിൽ ഞാനിവിടെ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടൊന്ന് ഹാർഡ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് നമ്മൾ ഇതേ അളവിൽ ഒരു ചെറിയ ഹാർഡ് ഷേപ്പും കൂടി കട്ട് ചെയ്തെടുക്കുക. അതാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. കേക്ക് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിരുന്നു. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഹാർഡ് ഷേപ്പിലുള്ള ബേക്കിംഗ് പേപ്പറിൻ്റെ പീസ് ഉണ്ടല്ലോ, അതൊന്ന് നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ പീസുകളുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ നടുവിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഹാർഡ് ഷേപ്പിലുള്ള ബേക്കിംഗ് പേപ്പറിൻ്റെ പീസൊന്ന് നമുക്കൊന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, അതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. താഴ്ഭാഗത്ത് മാത്രം ഞാൻ ആ കേക്കിൻ്റെ പീസുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.